ഈ ബിസിനസ് എങ്കിലും ഒന്ന് പച്ച പിടിച്ച് കാണണേ. ഒരുപാട് സംരംഭങ്ങൾ ഞാൻ ചെയ്തു നോക്കിയതാ. ഇതെങ്കിലും ഒന്ന് പച്ച പിടിക്കണേ പഠിച്ചോനെ. കൂറമുട്ടായി കൂറമുട്ടായി ഒരു വര വരച്ചാൽ മതി. ഒരൊറ്റ വര വരച്ചാൽ മതി. കൂറമുട്ടായി. ആ ഗോപി കൂറമുട്ടായി. പിന്നെ നമ്മളാ കുറ്റ്യാടി ഇറിഗേഷന്റെ ആ ഫയൽ ഒന്ന് എടുത്തു വെച്ചേക്കണം. കൂറമുട്ടായി. ആ ഞാനത് എടുത്തു വെച്ചു സാറേ. എടുത്തു വെച്ചോ? ആ ഞാനിപ്പോ അങ്ങോട്ട് വരും, ഓഫീസിലേക്ക് എത്തും. സാറേ ഒരു കാര്യം സാറേ, വര വരച്ചാൽ മതി. ആ ഫയൽ ഉണ്ടല്ലോ കൂറ തിന്നുപോയി സാറേ. എന്ത് പാറ്റ തിന്നുപോയി സാറേ. ഒരു വര വരച്ചാൽ മതി. ഗോപി എന്ത് വർത്താനാണ് പറയുന്നത്? പാറ്റ തിന്നു പോയിന്നോ? അതെ സാറേ, ഞാനല്ല സാറേ തിന്നത്, പാറ്റയാണ് തിന്നത്. എടോ ഒന്ന് 10 മണിക്ക് കൊടുക്കേണ്ട ഫയലാണ് ഇത്. ഇത് 10 മണിക്ക് കൊടുക്കേണ്ടതാണ് സാറേ. തിന്നുപോയ ഫയൽ ഇവിടെ ഉണ്ട് സാറേ. എടോ ഞാനിപ്പോ അങ്ങോട്ട് വരാം കേട്ടോ. ഞാൻ തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വല്ല പാറ്റ മിഠായിയോ എന്തെങ്കിലും വാങ്ങിയിട്ടാവുന്ന വെച്ച് റെഡി ആക്കണമെന്ന് കേട്ടോ. ഓക്കെ സാറേ, ചെയ്തോളാം സാറേ. ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഹലോ, ഇതെന്താ സംഭവം? ഇത് കൂറന്നെ കൊല്ലണ സാധനം. ഒരൊറ്റ വര വരച്ചാൽ മതി. ആണല്ലേ? അപ്പൊ 2 വര വരച്ചാലോ? 2 വര വരച്ചാൽ 2 ചാറ്റ വാങ്ങും. ആണോ? ഓക്കെ, ഞാന് ഓഫീസില് ഇങ്ങനെ ഒരു സംഭവം ആവശ്യമുണ്ട്. ഉണ്ടോ? ഒരുപാട് ഓഫീസിൽ നിന്ന് ആളുകൾ വരുന്നതാണ്. ആണല്ലേ? എന്താ വെച്ചാല് ഞങ്ങളെ ഓഫീസിൽ ഈ പാറ്റ വന്നിട്ട് ഫയലൊക്കെ തിന്ന. പാറ്റ വന്നിട്ടോ? അപ്പൊ ഇത് കൊണ്ടുവച്ചാല് നല്ലൊരു സംഭവമാണല്ലോ. എന്താ വില ഇതിന്? ഒരു പാക്കറ്റ് 5 രൂപ. 5 രൂപ അല്ലേ? 2 എടുത്തോളൂ. 2 എടുത്തു. കഴിഞ്ഞിട്ടാണല്ലേ? ഫസ്റ്റ് കച്ചവടം. നല്ല ഐശ്വര്യമായിരിക്കും. എന്റെ കൈ നല്ല അപാര ഭയങ്കര കയ്യുണ്ട്. എത്ര അത്? അപ്പൊ 10 രൂപ. 10 രൂപ അല്ലേ? ഓക്കെ, ഞാനേ അപ്പൊ ഇതാ ചേഞ്ചില്ല. ചേഞ്ചില്ലേ? ഒരു 2 കൂടെ. 2 കൂടി എടുക്കാം അല്ലേ? അല്ല എന്നാലും ആവൂലല്ലോ. ആണോ? കാർഡ് എടുക്കും എന്നാല്? കാർഡ് എടുക്കാനെന്താ സൂപ്പർ മാർക്കറ്റോ? അല്ല, ഇതൊരു കാര്യം ചെയ്യ്, പേടിക്കണ്ട. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പമ്പ് ഉണ്ട്. അവിടെ ഞാൻ ചേഞ്ച് മേടിച്ചിട്ട് വരാം. ഇവിടെ തൊട്ടടുത്തോ? തൊട്ടടുത്ത വളവ് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പമ്പാ. ആണോ? അല്ല, നിങ്ങൾ മാറിയിട്ട് വരുമോ? ഞാൻ മാറിയിട്ട് വരാം. അത് വരെ ഒന്ന് എന്റെ കച്ചവടം ഒന്ന് നോക്കണം. ഇവിടെ നിന്നോളല്ലേ? അതവിടെ നിന്നോ, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്താ പറയാ, ഈ സമയത്ത് ആളുകൾ കച്ചവടം കിട്ടുന്ന സമയല്ലേ, വെറുതെ ഒന്ന് ഇങ്ങനെ വിളിച്ചാൽ മതി. എന്ത് പാറ്റമുട്ടായി? ഞാനോ? വെറുതെ. അത് ശരിയല്ല. അല്ല, ഞാനെന്താ അറിയോ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാണ്. അതിനെക്കാട്ടും വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതൊക്കെ വിളിക്കുന്നതാണ്. അതിനൊന്നും പ്രശ്നമില്ല. അല്ല, എന്നാലും അത് ശരിയാവില്ല. കുഴപ്പമില്ല സാറേ. സാർ ഒന്ന് വിളിച്ചു നോക്കിയാട്ടെ. എന്ത്? പാറ്റമുട്ടായി. പാറ്റമുട്ടായി അല്ലേ? കൂറമുട്ടായി. പാറ്റമുട്ടായി. ഇതെന്താ മോഹൻലാൽ? പാറ്റമുട്ടായി. പാറ്റമുട്ടായി. കൂറമുട്ടായി. പാറ്റ കുളിക. അങ്ങനെ പല ഇനത്തിലും പറയൂ ഇതിന്റെ പേര്. ഒന്ന് വിളിച്ചു നോക്കിയാട്ടെ. അല്ല, നിങ്ങൾ വേഗം പോയി വന്നാൽ മതി. പെട്ടെന്ന് വരൂ. ഞാൻ നോക്കിക്കോളാം. അല്ല, അതുകൊണ്ടല്ലാന്നേ, ഈ സമയത്ത് വിറ്റൊന്ന് കാലിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബം പോറ്റാനുള്ള കാര്യം കൊണ്ടാ പറയണേ. ഒന്ന് ഹെൽപ്പ് ചെയ്യും. പാറ്റമുട്ടായി അല്ലേ? പാറ്റമുട്ടായി, കൂറമുട്ടായി. പാറ്റമുട്ടായി. ഒന്നും കൂടി നല്ല ശ്രുതിയില്. പാറ്റമുട്ടായി. നല്ല പരിചയം ഉണ്ടല്ലോ അല്ലേ വിളിച്ചിട്ട്? പഠിച്ചോ? എന്താ ഇത്രയും കാലത്ത് ഞാൻ പഠിച്ചില്ല ഇത്രയും നന്നായിട്ട്. നോക്കിയാ മതി, ഞാൻ വരാം. ഭയങ്കര രസമായി. ഇത് ആദ്യം പറയണ്ടെന്നാല് പിന്നെ ആപ്പാടെ 150 ഉറുപ്പിന്റെ സാധനം ഉള്ള അതിനാണ് 2000 ഉറുപ്പിന്റെ ചേഞ്ച് മേടിക്കാൻ. 150 രൂപയുടെ സാധനം ഉള്ളത് അതുള്ളൂ. ഈ 2000 രൂപ എനിക്ക് ചേഞ്ച് ചെയ്താൽ വന്നാ ഞാൻ ഇപ്പൊ മടങ്ങി വരും. കത്തുന്നോട്ടെ. പാറ്റമിഠായി, കൂറമിഠായി 5 രൂപയുള്ളൂ. നല്ല സൂപ്പർ സാധനം. പാറ്റമിഠായി 5 രൂപ. കൂറമിഠായി 5 രൂപയുള്ളൂ. സൂപ്പർ സംഭവം അത്. പാവല്ലേ, ഒരു ചെറുപ്പക്കാരൻ. അയാളെ കുടുംബമല്ലേ, മക്കളൊക്കെ ജീവിക്കണമെങ്കിൽ ഇത് വിറ്റിട്ട് വേണ്ടേ? അതെ. നമ്മള് ഈ ബിസിനസ്സുകാര് ഉദ്യോഗസ്ഥർക്കൊന്നും വരെ ബുദ്ധിമുട്ടറിയും. ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ലൈഫ് തന്നെ ആദ്യമായിട്ടാ കാണുന്നത്. എന്തൊരു എടുക്കട്ടെ. ഗുഡ് മോർണിംഗ്. സാറെന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ നിന്നല്ല. ഇതെന്താ പരിപാടി? അല്ല, ഇതിന്റെ എനിക്ക് എവിടെയാ ജോലി?
ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. അതെ. ആരുടെ കീഴിൽ? സാറെ കീഴിൽ. എന്റെ കീഴിൽ. എത്ര രൂപ മാസം ശമ്പളം കിട്ടുന്നുണ്ട്? 75,000 കിട്ടും. 75,000 എല്ലാ PF കാര്യങ്ങളെല്ലാം കൂടെ 75,000 കിട്ടുന്നുണ്ട്. എന്നിട്ട് ഗവൺമെന്റിനെ പറ്റിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ സൈഡ് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് അറിയില്ല. അയ്യോ, ഇതിന്റെ സൈഡ് ബിസിനസ് ഒന്നല്ല. എന്തിനാണോ ഇത്തരത്തിലുള്ള ഒരു നാറിയ പണിക്ക് പോകണം? വല്ല കാര്യമുണ്ടോ? അല്ല വിചാരിച്ച ഗവൺമെന്റിനെ പറ്റിച്ച് ജീവിക്കാന്ന് വിചാരിച്ചോ? എന്റെ കീഴിലുള്ള ഒരൊറ്റ ആളുകൾ പോലും ഗവൺമെന്റിനെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല, ഞാൻ ഉണ്ടായതൊന്ന് പറയട്ടെ സാർ. എന്താ? എനിക്ക് മനസ്സിലായി. നിങ്ങൾ രാവിലെ ഓഫീസിലേക്ക് വരുന്നു. വരുന്ന സമയത്ത് നിങ്ങൾ ഓഫീസിലേക്ക് വേണ്ടി ഇതെന്തോന്ന് വാങ്ങുന്നു. വാങ്ങിയപ്പോ ചില്ലറയില്ല. അയാൾ ചില്ലറ ആക്കിയിട്ട് വരാന്ന് പറഞ്ഞു. ഇത് നിങ്ങളെ ഏൽപ്പിച്ചു. ഇതല്ലേ പറയാൻ പോകുന്നത്? ഇങ്ങനത്തെ തക്കിട തരികിട കേസിന് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയാൻ പോണ കാരണങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് നന്നായിട്ട് പറയാനുണ്ട്. അങ്ങനത്തെ വർത്താനം എന്നോട് പറയണ്ട. അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ രാജഗോപാൽ ഇപ്പൊ എവിടെയാ? ബിസിനസ് ആണ്. എന്തുകൊണ്ട്? അയാൾ എന്നോട് പറഞ്ഞു മെഡിക്കൽ ലീവ് ആണെന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ലീവ് എടുത്തു പോയി. എന്നിട്ട് ആ വിവരമില്ലാത്തവൻ ചെയ്തെന്താ? കൊടൈക്കനാലിൽ ഭാര്യനെയും കെട്ടിപ്പിടിച്ചിട്ടുള്ള സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടു. ഞാൻ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തു. ഇപ്പൊ രാജഗോപാൽ സ്വസ്ഥാണേ. ജോലി പോയത് നിന്റെ ജോലി ഞാൻ കളയും, ഒരു സംശയമില്ല. എന്നോട് യാതൊരു തരത്തിലുള്ളതും വേണ്ട. ഇതൊന്നും ഞാൻ വെച്ച് ഉറപ്പിക്കില്ല. ഗവൺമെന്റിന്റെ പറ്റിച്ച് എത്ര കാലം വെച്ചിട്ട് ജീവിക്കാന്ന് വിചാരിച്ചിട്ടാണ്? ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യും. ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യും. നാളെ തന്നെ നിന്റെ ജോലി ഞാൻ കളയും. ആ റിപ്പോർട്ട് ചെയ്തോന്നാല്. എന്തേ? അല്ല, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളി. അതൊരു പേടിയില്ല സാറേ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിത് ചെയ്ത് ഇവിടെ ഇത് വിറ്റ് എന്നുള്ളതിന് സാറയിൽ എന്താ തെളിവുള്ളത്? സാറേ, എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കണല്ലോ. ഞാൻ കുറെ നേരമായി ഇവിടെ വന്നിട്ട് നിന്റെ എല്ലാ വിക്രസുകളും എങ്ങനെയുണ്ട്? നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്റ്റില്ലും ഉണ്ട്, വീഡിയോ ഉണ്ട്. ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഇടും, വൈറലാക്കും. നിനക്കെതിരെ ഞാൻ ആക്ഷൻ എടുപ്പിക്കും. സാറെ വൈറലാക്കരുത്. 5-6 വയറിന്റെ ജോലി കൊണ്ടാണ് കഴിഞ്ഞു പോണത്. അയ്യോ, അതൊന്നും ഓർമ്മയില്ല. എടാ, ഗവൺമെന്റിനെ പറ്റിച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നല്ലോ. ഒന്ന് വിളിച്ച അല്ല, എന്താ വിളിച്ചോണ്ടിരുന്നത്? ഒന്നുകൂടെ ഇനി അത് വിളിച്ചോണ്ടിരുന്നാ മതി കേട്ടോ. ജോലി എന്ന് പറഞ്ഞ അങ്ങോട്ട് വാ. ഓഫീസിലേക്ക് ഇനി വരേണ്ട കാര്യം. വിളിക്കടാ, നീ വിളിക്കേ. ബാക്കി എനിക്കറിയാം. എന്തൊരു കഷ്ടാണ്. ചെങ്ങായത് എവിടെ പോയി? അല്ല, ഓനെ പറഞ്ഞ കാര്യമില്ല. ചിലപ്പോ ചില്ലറ കിട്ടിണ്ടാവില്ല. ഒരു പാവ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതല്ലേ ഇത്? കണ്ട ഇത് കൊടുത്താൽ നല്ലതാ. പാറ്റൊക്കെ ചാവൂല്ലേ? ഒരൊറ്റ വര വരച്ചാ മതി. ഒറ്റ വര വരച്ചാ മതി. പിന്നെ 2 വര വരച്ചാലും ചാവും. അല്ല, നീ എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. വഴിയില്ലല്ലോ. എവിടെയോ നല്ല പരിചയം ഉണ്ടല്ലോ. ഉണ്ടോ? എവിടെയാന്നങ്ങോട്ട് പേരാമ്പ്ര ബസ്സിന് വന്നുണ്ടോ? ഇല്ലല്ലോ. ഉറമുട്ടായി വെക്കാൻ ചേട്ടാ, എന്റെ പണി ഇതൊന്നല്ല. കണ്ണമ്പത്ത് കുഞ്ഞി അമ്പലത്തിൽ വന്നുണ്ടോ ഈ മുട്ടായി വെക്കാൻ? ഇല്ല. ഇല്ലല്ലേ. കുറ്റ്യാടി ബസ്സിന് വന്നുണ്ടോ? ഇല്ല. കുറ്റ്യാടി ഒരു പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. കുറ്റ്യാടി പെണ്ണ് കാണാൻ? എവിടെ? കണ്ണോത്ത് നമ്മളെ രാജൻ നായർ വീട്ടില്. രാജൻ നായർ മോളെ പേരെന്താണെന്നറിയോ? അമ്പിളി. അമ്പിളിന്റെ മാമനാണ് ഞാൻ. അമ്പിളി മാമേ. അയ്യോ, എടാ, ഇനി ഇങ്ങനെ ഫുള്ള് തട്ടിപ്പായിരുന്നു നടക്കല്ലേ? തട്ടിപ്പോ? ഇനി എന്തും പറഞ്ഞ അവിടെ പെണ്ണ് കാണാൻ വന്നേ? ആരാന്ന് പറഞ്ഞാ വന്നേ? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്കും കൂറ മുട്ടായി വിൽക്കലല്ല പണി. എന്താണ്ട് മനസ്സിലാക്കി? അല്ല, ഞാൻ വെറുതെ വിടൂല. ഞാൻ പറയണ എന്താന്ന് മനസ്സിലാക്കി? എന്ത് മനസ്സിലാക്കാൻ? അതായത് ഇതിന്റെ പണിയല്ല. ഞാൻ എന്താന്ന് വെച്ചാല് ഇവിടെ ഒരാളെ സഹായിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നതാണ്. അല്ലാതെ ഞാൻ 10-150 പെണ്ണ് കണ്ടിട്ടാണ് അമ്പിളിനെ ശരിയായത്. നിങ്ങൾ ഈ കല്യാണം മുടക്കരുത്. എന്റെ മരുകളാണ് അവള്. അന്നെ വെറുതെ വിടൂല. അനക്ക് എത്ര ശമ്പളം ഉണ്ട് പറഞ്ഞേ? 75,000. 75,000 അല്ലേ? ഇനി ജന്മം മൊത്തം അത് വിറ്റാ കിട്ടുക ഒരാൾക്ക് 75,000. അന്നെ വെറുതെ വിടൂലോ. നിങ്ങൾ എല്ലാരും കണ്ടില്ലേ? ഫുള്ള് തട്ടിപ്പാട്. കൂറ മുട്ടായി വിറ്റ് നടക്കാൻ ഇരിഗേഷനാന്ന് പറഞ്ഞ ഇറുക്കി ശരിയാക്കണം. ഞാൻ പറയട്ടെ, എന്താറോ ഈ കല്യാണം കൂടെ മുടങ്ങിയാ പിന്നെ എനിക്ക് ജന്മത്ത് കല്യാണം ഉണ്ടാവില്ല എന്നാണ് പണിക്കര് പറഞ്ഞത്. എനിക്കിനി ജന്മത്ത് പറഞ്ഞിട്ടില്ല. ഫുള്ള് ജയിലേക്ക് പോവുകയാണല്ലോ. എനിക്ക് അന്നെ വെറുതെ വിടൂല. ഞാൻ പറയുന്നത് അറിയോ? എന്റെ മരുവോള് MBBS കഴിഞ്ഞ് വന്നതാ. ഇവൻ അങ്ങാൻ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവളെ കൂറ മുട്ടായി വിറ്റ് ജീവിക്കേണ്ടി വരൂല. ഇവന്റെ കൂടെ അന്നെ ഞാൻ വെറുതെ എന്താറിയോ? ഒരുത്തൻ എന്നെ പറ്റിച്ച് പോയതാണ്. ഒപ്പം വരും. ഇതാ ഞാൻ പറഞ്ഞില്ലേ. ആര് എവിടെ പോയി കിടക്കാനോടെ ചങ്ങായി? ആരില്ല. ഞാൻ എവിടെ പോയി കിടക്കാന്നോ? എന്താണ് പ്രശ്നം? അല്ലടോ, കൂറമുട്ടായി ഇവിടെ നിന്നെ ഏൽപ്പിച്ചു പോയതല്ലേ. എന്ത് കൂറമുട്ടായി? ആര്? എന്താ പ്രശ്നം? എന്താ പ്രശ്നം തന്നെ? ഞാൻ ഇതിലെ പോകുമ്പോ പറയണ്ട ഈ ചങ്ങായാണ്. എന്താ പ്രശ്നം? ഇവിടെ 2000 റുപ്യന്റെ ഇത് വാങ്ങിട്ട് ഇപ്പൊ ചില്ലറ മാറാൻ നേരം പോയില്ലേ? ആര് 2000? ഇവൻ ഫുള്ള് തട്ടിപ്പാണ്. ഇവനെ വെറുതെ വിടരുത്.
2000-ന്റെ ഒറ്റോട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതറിയാ എടാ, നിയമ പ്രകൃതി വിരുദ്ധത്തിന് എന്റെ പേരിൽ കേസ് പ്രകൃതി കൊടുക്കണം. വിരുദ്ധം നിങ്ങൾ ഇല്ലാത്ത കേസ് നിന്റെ തലയിലാക്കല്ലേ. എല്ലാ കേസും എന്റെ തലയിലാക്കണം. അന്നെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവൂല. എടാ, ആ. സത്യം പറയടാ, ഇന്റെ കയ്യിൽ നിന്ന് 2000 റുപ്യ വാങ്ങി ചാടി ചാടി പോയതല്ലടാ ഈ ഇവിടുന്ന്. ഞാൻ ഇവിടെ ചാടി പോ. ഈ കാലിനും കൂടി സുഖമില്ലാത്ത ആളാ. ഞാൻ അങ്ങനെ നൊണ്ടി നടക്കുന്നു. ആമ്പോ പാവ കാലിന് സുഖമില്ലാത്ത ആളെ ചാടി ചാടി പോയെന്ന് പറഞ്ഞെങ്കിൽ എന്നെ വെറുതെ വിടൂലടാ കേട്ടോ. അയ്യോ അയ്യോ അല്ല ഇവിടെ എവിടെ പോലീസ് സ്റ്റേഷനില് നടക്കാവ് ആണോ? ചില്ലറില്ല, നമ്മൾ നടക്കാം. ഇതാണ് ഇന്നത്തെ കാലത്ത് ആർക്കൊരു നല്ല കാര്യം ചെയ്യരുതെന്ന് പറയുന്നത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ജോലിക്കാരാണ് പോലെ. ഏട്ടാ എന്താ ചെയ്യാ? ഇതെന്താ വില പാറ്റുമുട്ടയ്ക്ക്? അതിന് വിലയൊന്നും നോക്കണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കോളി. വിലയൊന്നും നോക്കണ്ട, കൊണ്ടുപോയിക്കോളി. അല്ല പറയേ, നിങ്ങളെ ഓസിന് നമുക്ക് വേണ്ട ബോസേ. ഇതിന് എത്രാന്ന് പറയും നിങ്ങള്? അതിന് 5 റുപ്യ. 5 റുപ്യ ഉള്ളൂ? ആ വേണോ നിങ്ങക്ക്? ആ എനിക്ക് വേണതാ. ആ ചില്ലറൊന്നും ഉണ്ടാവില്ല, 2000 റുപ്യ ഒന്നും ചില്ലറ. ചില്ലറ എന്നാ ഒരു കാര്യം പിന്നെ വാങ്ങാന്നാല്. അല്ല ചില്ലറല്ലേ? ആ ശരിയായി തരാം. അപ്പോഴേക്കും പിണങ്ങി പോയിക്കാളാ. 2000 2000 ഞാൻ ഇപ്പൊ മാറിയിട്ട് വരാം. അതുവരെ ഇതൊന്നും ഇവിടെ നോക്കണം. ഇത് ഇവിടെ പിടിച്ചു വെക്കാൻ ഞാൻ ഇപ്പൊ ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട്, നിങ്ങൾ വരുമോ? അവിടെ പോയിട്ട് മാറിയിട്ട് വരാം. പെട്ടെന്ന് വരുമോ? പെട്ടെന്ന് വരും. 2000 രൂപയാണേ. 2000 രൂപ മാറിയിട്ട് വരാം. നേരത്തെ മറ്റേ പറ്റിച്ച് പോയില്ലേ, ഇതാവുമ്പോ ചില്ലറ പോരാട്ടോ. ചില്ലറ മാറിയിട്ട് വരാം. അതെ ഏട്ടാ ഇങ്ങോട്ട് വരി. ഇങ്ങോട്ട് വരി. എന്തേ? നിനക്ക് ഭയങ്കര ഭാഗ്യാട്ടോ. എന്താണ്? ഇതിനെത്ര പറഞ്ഞേ? 5 റുപ്യ. 5 റുപ്യല്ലേ? ആ 2000 കൂടി തരി. ആ 2000 കൂടി തരി. എന്തൊരു ഭാഗ്യ. ഇതാ 5 റുപ്യന്റെ കോയിൻ. പോരെ.